സോ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് Fourier cosine integral ആൻഡ് Fourier sine integral. Fourier cosine integral എന്ന് പറയുമ്പോൾ സെയിം നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ നേരത്തെ ഞാൻ കാണിച്ചു. സോ അത് തന്നെയാണ്. പക്ഷേ Fourier cosine integral എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ ബി ഓഫ് ഒമേഗ 0 ആയിപ്പോവും. ജനറൽ ഇൻ്റഗ്രേഷനിൽ ബി ഓഫ് ഒമേഗ 0 ആവും. ബി ഓഫ് ഒമേഗ 0 ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് കൊസൈൻ മാത്രമുള്ള ഒരു ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനാണ്. അതുകൊണ്ടാണ് അതിനെ Fourier cosine integral representation എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും, ഫൈൻഡ് ദ Fourier cosine integral representation ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഫോർമുല എഴുതുക, ഇത് ഉപയോഗിച്ച് എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ Fourier cosine integral representation ഈസ് f of x is equal to integral 0 to infinity a of omega cos omega x d omega, where a omega can be find out using the equation 2 by pi integral 0 to infinity f of x into cos omega x dx. Similarly, if f of x is an odd function, then a of omega will be 0. Therefore, in that integral, only sine contains. Therefore, Fourier sine integral representation of a function is f of x is equal to integral 0 to infinity b of omega sine omega x d omega, where b of omega equal to 2 by pi. ഇവിടെ വ്യത്യാസമുണ്ട്. ജനറലിൽ നമ്മൾ 1 by pi integral minus infinity to plus infinity എന്നാണ് പഠിച്ചത്. അപ്പോൾ ഈവൻ ഓഡ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ അത് 2 by pi എന്നായത്. മനസ്സിലായോ? സോ 2 by pi integral 0 to infinity f of x into sine omega x dx. സോ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ Fourier sine ആൻഡ് cosine integral കണ്ടുപിടിക്കേണ്ടത്. ഇനി ഞാനൊരു പ്രോബ്ലം ചെയ്തു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ Fourier sine ആൻഡ് cosine integral representation of f of x is equal to sine x for 0 less than or equal to x less than or equal to pi equal to 0 for x greater than pi. സോ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ രണ്ടും എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് രണ്ടും സെപ്പറേറ്റ് കാണാം. ഫൈൻഡ് Fourier sine ആൻഡ് Fourier cosine integral representation. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് Fourier sine integral representation of f of x. ഈ സൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ബി ഓഫ് ഒമേഗ മാത്രമേ ഉള്ളൂ. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ, വേർ ബി ഓഫ് ഒമേഗ ഈക്വൽ ടു 2 by pi ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 2 by pi 0 ടു ഇൻഫിനിറ്റി ആണ്. സോ ഇവിടെ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന നോക്കിക്കേ, 0 ടു പൈ എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ്. ബാക്കി എല്ലായിടത്തും എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് 0 ടു പൈ എന്ന് കൊടുക്കാം. 0 ടു പൈയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? സൈൻ എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. സോ ഇതെങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്യാം? ഇപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ അകത്ത് നോക്കിക്കേ, സൈൻ എ സൈൻ ബി ഫോർമാറ്റ് ആണ്. അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ 2 സൈൻ എ സൈൻ ബി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ പ്രോഡക്റ്റ് ആയുള്ളതിനെ സമ്മിലേക്ക് കൺവേർട്ട് ചെയ്യുക, അപ്പോൾ ഇൻ്റഗ്രേഷൻ ഈസി ആവും. സോ ദ ഗിവൺ പ്രോബ്ലം വി ക്യാൻ റിട്ടൺ ആസ് 1 by pi 2 sin a sin b equal to, ഓർമ്മയുണ്ടോ? 2 sin a sin b equal to cos a minus b minus cos a plus b. So cos a minus b, x minus omega x. So 1 minus omega into x minus cos a plus b, x plus omega x. That we can written as plus omega into x dx. So product മാറി കണ്ടോ, സബ്ട്രാക്ഷൻ സം ഓർ മൈനസ് ആയി. സോ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 1 by pi. ഇൻ്റഗ്രൽ കോസ് എന്താ? ഇൻ്റഗ്രൽ കോസ് ഇസ് സൈൻ 1 minus omega x divided by its derivative 1 minus omega within the interval 0 to pi minus again cosൻ്റെ integral sin 1 plus omega into x divided by 1 plus omega within the limit 0 to pi. That is 1 by pi. Limit apply ചെയ്യാം. sin upper limit pi ആണ്. സോ 1 minus omega pi by 1 minus omega minus sin 0 എന്ന് വരും. എക്സിന് 0, ലോവർ ലിമിറ്റ് 0 അല്ലേ. സോ sin 0 is 0 minus here sin
1 plus omega into pi by 1 plus omega minus minus plus 0. അവിടെയും സൈൻ 0 വരും അല്ലേ. ഇനി നമുക്കിതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. 1 by pi സൈൻ 1 മൈനസ് ഒമേഗ പൈ അല്ലേ. സൈൻ പൈ മൈനസ് ഒമേഗ പൈ ആണ് ആക്ച്വലി അത്. സൈൻ 1 മൈനസ് ഒമേഗ പൈ ബൈ 1 മൈനസ് ഒമേഗ മൈനസ് സൈൻ 1 പ്ലസ് ഒമേഗ പൈ ബൈ 1 പ്ലസ് ഒമേഗ. നൗ ലിസൺ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ 1 മൈനസ് ഒമേഗ പൈ? ഇവിടെ ശ്രദ്ധിച്ചേ, സൈൻ 1 മൈനസ് ഒമേഗ പൈ എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് പൈ മൈനസ് ഒമേഗ പൈ, സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ. സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ തന്നെ വരും, സൈൻ ഒമേഗ പൈ തന്നെ വരും. പക്ഷേ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ പഠിച്ച ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് 0, പൈ ബൈ 2, പൈ 3 പൈ ബൈ 2, 2 പൈ അല്ലേ. സോ പൈ പ്ലസ് നമ്മൾ പഠിച്ചില്ലേ, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ഓക്കെ, സോ പൈ മൈനസ് ഒമേഗ, പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ സൈൻ പൈ മൈനസ് ഒമേഗ പൈ ഈസ് ഈക്വലൻ ടു സൈൻ ഒമേഗ പൈ, പോസിറ്റീവ് സൈൻ ഒമേഗ പൈ ആണ്. അതുപോലെ ഇവിടെ നോക്കിക്കേ, സൈൻ 1 പ്ലസ് ഒമേഗ പൈ എന്ന് പറഞ്ഞാൽ സൈൻ പൈ പ്ലസ് ഒമേഗ പൈ ആണ് അല്ലേ. സൈൻ പൈ പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രൻ്റ് വരിക? തേർഡ് ക്വാഡ്രൻ്റ് വരും. തേർഡ് ക്വാഡ്രൻറ്റിൽ സൈന് നെഗറ്റീവ് ആണ്. സോ ദിറ്റ് ഈസ് മൈനസ് സൈൻ ഒമേഗ പൈ. അപ്പോൾ സൈൻ 1 മൈനസ് ഒമേഗ പൈ ഈക്വൽ ടു പ്ലസ് സൈൻ ഒമേഗ പൈയും, സൈൻ 1 പ്ലസ് ഒമേഗ പൈക്ക് പകരം മൈനസ് സൈൻ ഒമേഗ പൈ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇക്വേഷനിൽ 1 ബൈ പൈ സൈൻ ഒമേഗ പൈ ബൈ 1 മൈനസ് ഒമേഗ, മൈനസ് മൈനസ് ഇവിടെ പ്ലസ് സൈൻ ഒമേഗ പൈ ബൈ 1 പ്ലസ് ഒമേഗ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എൽ സി എം എടുക്കുക. 1 മൈനസ് ഒമേഗ ഇൻറ്റു 1 പ്ലസ് ഒമേഗ പ്രോഡക്റ്റ് ആണ് അതിൻ്റെ എൽ സി എം വരിക. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിൻ്റെ പ്രോഡക്റ്റ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ഷൻ, ദാറ്റ് ഈസ്, അപ്പോൾ സൈൻ ഒമേഗ പൈനെ 1 പ്ലസ് ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ വി ഗെറ്റ് സൈൻ ഒമേഗ പൈ പ്ലസ് ഒമേഗ സൈൻ ഒമേഗ പൈ. അതുപോലെ ഇവിടെ സൈൻ ഒമേഗ പൈനെ 1 മൈനസ് ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സൈൻ ഒമേഗ പൈ മൈനസ് ഒമേഗ സൈൻ ഒമേഗ പൈ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. സോ ഇവിടെ നമുക്ക് ഒമേഗ സൈൻ ഒമേഗ പൈ മൈനസ് ഒമേഗ സൈൻ ഒമേഗ പൈ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി സൈൻ ഒമേഗ പൈ 2 തവണ, 2 ടൈംസ് സൈൻ ഒമേഗ പൈ. സോ 1 ബൈ പൈ 2 സൈൻ ഒമേഗ പൈ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ബി ഓഫ് ഒമേഗ. Therefore, ഇപ്പോൾ ബി ഓഫ് ഒമേഗ കിട്ടി. Therefore Fourier sine integral representation of f of x is f of x is equal to integral 0 to infinity b of ഒമേഗയുടെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയ വാല്യൂ 2 ബൈ പൈ സൈൻ ഒമേഗ പൈ ബൈ 1 മൈനസ് ഒമേഗ, b of omega into sin omega x d of omega. So which is the Fourier sine integral representation. ഇനി ഇതേപോലെ Fourier cosine integral എഴുതാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. Fourier cosine integral representation is f of x is equal to integral 0 to infinity a of omega cos omega x